വരുവിൻ വരുവിൻ സോദരരെ, ഒന്നായി ചേരാൻ അണിചേരാം, ഒന്നായി ചേരാം അണിചേരാം, നീതിക്കായി തീയാവാം, നീതിക്കായി തീയാവാം. എൻ്റെ മകൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വിദേശത്ത് കാനഡയിൽ ഉപരിപഠനം നടത്തണമെന്നുള്ളത്. എന്നാൽ ഞങ്ങളുടെ കൈവശം 20 സെൻറ്റിൻ്റെ ആധാരമുണ്ടായിരുന്നിട്ടും ബാങ്കുമായി സമീപിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് വഖഫ് പ്രോപ്പർട്ടിയായി ഇരിക്കുന്നതിൻ്റെ പേരിൽ ബാങ്ക് ലോൺ കിട്ടുകയില്ല എന്ന്. യാതൊരു രീതിയിലും വലിയൊരു എമൗണ്ട്, ഏകദേശം 20 ലക്ഷത്തോളം വരുന്ന ഒരു എമൗണ്ട് സ്വരൂപിക്കാൻ ഞങ്ങൾക്ക് വേറെ ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല. എൻ്റെ മകൾ ഡിഗ്രി കഴിഞ്ഞ് IELTS 7.5 ടോട്ടൽ സ്കോറും നേടി വന്ന് എൻ്റെ മകളുടെ കൂടെ പഠിച്ചിരുന്ന എല്ലാവരും തന്നെ വിദേശത്തേക്ക് പോയെങ്കിലും ഒരു വർഷത്തോളം എൻ്റെ വീട്ടിൽ വളരെ ദുഃഖകരമായ അവസ്ഥയിലാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കാരണം ഏത് രീതിയിലും ഇത്രമാത്രം ഒരു വലിയ എമൗണ്ട്, ഹ്യൂജ് എമൗണ്ട് സംഘടിപ്പിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ലായിരുന്നു. അത് വഖഫ് ബോർഡിലേക്ക് ഞങ്ങളുടെ പ്രോപ്പർട്ടി എടുത്തു വച്ചിരിക്കുന്നു, ഈ 610 കുടുംബങ്ങളുടെയും റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു, വഖഫ് ബോർഡിൻ്റെ അസറ്റിൽ പെടുത്തിയിരിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഇതേപോലെയുള്ള മറ്റു വിദ്യാർത്ഥികൾക്കും ഈ അനുഭവം ഈ ഏരിയയിലുള്ളത് നേരിടേണ്ടി വന്നിട്ടുള്ളത്. 2 വർഷവും 9 മാസവും കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ, ഓരോ കുടുംബത്തിലെയും അമ്മമാരും മക്കളും വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മകൾക്ക് പിന്നീട് എൻ്റെ ഭാര്യ സഹോദരി ഒരു ലോൺ ശരിയാക്കി കൊടുക്കുകയും പോകാൻ സാധിക്കുകയും ചെയ്തു. പക്ഷേ എത്ര പേർക്ക് അങ്ങനെ സാധിക്കാതെ വലിയ ബുദ്ധിമുട്ടിലേക്ക് വരുന്നു രോഗാവസ്ഥ വന്നവർക്ക്. ഇന്നലെയും ഒരു സഹോദരൻ പെട്ടെന്ന് വള്ളത്തിൽ വെച്ച് വീണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്കാണ് വന്നിരിക്കുന്നത്. പക്ഷേ ലിസി ആശുപത്രിയിൽ ചെന്നപ്പോൾ 2,80,000 രൂപ വേണമെന്ന് പറയുന്നു. നമുക്കൊരു പ്രോപ്പർട്ടി, ഇവിടുത്തെ ആരെങ്കിലും അടുത്തുള്ള വീട്ടുകാർ പോലും ആ പ്രോപ്പർട്ടി വയ്ക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഇത് കിട്ടും. പക്ഷേ ഇത് ഞങ്ങൾ ചെന്നൊരു 10,000 രൂപ പോലും ആരോടെങ്കിലും ചോദിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. ഇതിന് ഒരു ശാശ്വതമായ പരിഹാരമുണ്ടായി ഗവൺമെൻറ് ആർജവത്വത്തോടു കൂടി മുന്നോട്ട് വന്ന് ഞങ്ങളുടെ ഈ പ്രശ്നം പരിഹരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ നടത്തുന്ന ഈ ഉപവാസ സമരം ഇങ്ങനെ മുന്നോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശക്തി ക്ഷയിക്കില്ല, നമ്മുടെ ശക്തി ക്ഷയിക്കില്ല. വരുവിൻ വരുവിൻ സോദരരെ, വരുവിൻ വരുവിൻ സോദരരെ, ഒന്നായി ചേരാം അണിചേരാം.